നമുക്ക് നോക്കാം യൂണിറ്റിന് പഴയ നിരക്കും ഇന്നലെ മുതൽ വന്നിരിക്കുന്ന നിരക്കും. തീർച്ചയായിട്ടും പ്രഷർ നിങ്ങളുടെ വീട്ടിൽ ആവശ്യമില്ലാതെ ഇട്ടിരിക്കുന്ന ലൈറ്റും ഫാനും ഉടൻ തന്നെ സ്വിച്ച് ഓഫ് ചെയ്തതായിരിക്കും നിങ്ങളുടെ സാമ്പത്തിക ആരോഗ്യത്തിന് നല്ലത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തട്ടെ. നോക്കൂ, 50 യൂണിറ്റ് വരെയുള്ളവർക്ക് കാര്യമായ വർധനവില്ല. അവരെ നമ്മൾ അതായത് 40 യൂണിറ്റ് വരെയുള്ളവർക്ക് പൂർണ്ണമായിട്ടും നിരക്ക് വർധനയിൽ നിന്ന് എക്സംഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എത്തിയാൽ 50 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് 3 രൂപ 25 പൈസയായിരുന്നത് 3 രൂപ 47 പൈസയായിട്ട് കൂടും. 3 രൂപ 53 യൂണിറ്റിന് അടുത്ത വർഷം കൊടുക്കേണ്ടി വരും. അതായത് 50 യൂണിറ്റ് വരെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത്രയും ആയിരിക്കില്ലെന്ന് ഉറപ്പാണ്. വർധനയുണ്ടാവാൻ പോകുന്നത് 8 രൂപയായിരിക്കും മാസത്തിൽ. അത് മുകളിലേക്ക് പോകുന്തോറും ആ വർധന കൂടിക്കൊണ്ടേയിരിക്കും. അടുത്ത വർഷമാകുമ്പോഴേക്കും വീണ്ടും വർധന ഉണ്ടാവും. അതായത് 6 രൂപ കൂടെ കൂടും. ഈ വർഷം 8 രൂപ 50 യൂണിറ്റ് വരെ മാത്രമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ബില്ല് എത്രയാണോ ആ ബില്ലിനോടൊപ്പം 8 രൂപ കൂടും. അടുത്ത വർഷം 6 രൂപ കൂടെ കൂടും. മൊത്തം 14 രൂപയായിരിക്കും അടുത്ത വർഷമാകുമ്പോൾ 50 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർ ഒരു മാസം അധികം കൊടുക്കേണ്ടത്. പക്ഷെ മിക്കവാറും ആളുകൾ 300-ഉം 400-ഉം ഒക്കെ വൈദ്യുതി ഉപയോഗിക്കുന്ന യൂണിറ്റുകളാണ്. ഇത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ നോക്കൂ, 51 മുതൽ 100 വരെ യൂണിറ്റ് ഉപയോഗിക്കുന്നവർക്ക് പഴയ നിരക്ക് 3 രൂപ 57 പൈസയായിരുന്നത് യൂണിറ്റിന് 3 രൂപ 73 പൈസ കൊടുത്തു തുടങ്ങണം ഇന്നലെ മുതൽ. അടുത്ത വർഷമാകുമ്പോൾ ഇത് 3 രൂപ 85 പൈസയായിട്ട് മാറും. അഥവാ 100 യൂണിറ്റ് വരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരാൾ അവരുടെ നിലവിലുള്ള താരിഫിൽ നിന്ന് 16 രൂപ കൂടി അധികം കൊടുക്കേണ്ടി വരും. അടുത്ത വർഷമാകുമ്പോഴോ 12 രൂപ കൂടി അധികം കൊടുക്കേണ്ടി വരും. അങ്ങനെ വന്നാൽ 28 രൂപയാണ് 100 യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരു ഉപഭോക്താവ് അടുത്ത വർഷം പൂർണ്ണമായിട്ടും കൊടുക്കേണ്ടി വരിക. ഈ വർഷം കൊടുക്കേണ്ടത്, ഈ മാസം മുതൽ കൊടുക്കേണ്ടത് 16 രൂപയായിരിക്കും അധികം കൊടുക്കുക 100 യൂണിറ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ. ഇനി 101 മുതൽ 150 വരെ യൂണിറ്റ് ഉപയോഗിക്കുന്നവർക്ക് 4 രൂപ 1 പൈസ 4 രൂപ 17 പൈസയാണ് വർധനമായി വരിക. 4.29 ആയിരിക്കും അടുത്ത വർഷം പെർ യൂണിറ്റിന് അധികമായിട്ട് നൽകേണ്ടി വരിക മൊത്തത്തിലുള്ള നിരക്ക് പ്രകാരം വന്നാൽ. അപ്പോൾ 180 യൂണിറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എത്ര വരുമെന്ന് കണക്കൂട്ടി നോക്കൂ. 100 രൂപയ്ക്ക് 100 യൂണിറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 16. അങ്ങനെയാണെങ്കിൽ 180 യൂണിറ്റ് വരെ ആണെങ്കിൽ 24 രൂപയാണ് മാസം കൂടാൻ പോകുന്നത്. അടുത്ത വർഷമാകുമ്പോൾ ഇപ്പോഴുള്ള 16-ഉം 22 രൂപയായിരിക്കും കൂടാൻ പോകുന്നത് എന്നർത്ഥം. ഇനി 200ലേക്ക് എത്തിയാൽ ഇതേ വർധനവിന്റെ കണക്ക് പ്രകാരം 32 രൂപ ഓരോ മാസവും വർദ്ധിക്കും എന്നർത്ഥം. 32 രൂപയാണ് വർദ്ധിക്കാൻ പോകുന്നത്. ഒപ്പം അടുത്ത വർഷമാകുമ്പോൾ 22 രൂപ കൂടി അഡീഷണൽ ആയിട്ട് വർദ്ധിക്കും. അങ്ങനെ വന്നാൽ അടുത്ത വർഷം മുതൽ ഒരു മാസം 200 യൂണിറ്റ് മാത്രം ഉപയോഗിക്കുന്ന ഒരു കുടുംബത്തിന് 54 രൂപ അധികം കൊടുക്കേണ്ടി വരും എന്നർത്ഥം. 300 യൂണിറ്റ് ഉപയോഗിക്കുന്നവർക്കും ഇതേപോലെ കണക്ക് നോക്കിയാൽ 48 രൂപയാണ് ഈ മാസം മുതൽ വൈദ്യുതി ചാർജ് അധികമായി വരാൻ പോകുന്നത്. 48 രൂപ. അടുത്ത വർഷമാകുമ്പോഴോ 48 പ്ലസ് 36 84 രൂപയായിരിക്കും അടുത്ത വർഷം ഒരു മാസം നിങ്ങളുടെ ബില്ലിൽ വരാൻ പോകുന്ന വർധനവ്. 400 ആണെങ്കിൽ വീണ്ടും വർദ്ധിക്കുന്നു എന്നർത്ഥം. 16 വീതം 4 എന്ന് പറയുമ്പോൾ 54 രൂപയായിരിക്കും നിങ്ങൾക്ക്, ക്ഷമിക്കണം, 64 രൂപയായിരിക്കും നിങ്ങൾക്ക് യൂണിറ്റിന് കൂടാൻ പോകുന്നത് എന്നർത്ഥം. 48 പ്ലസ് 16 64 എന്ന കണക്കായിരിക്കും. അതായത് ശരാശരി 400 യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരു ഇടത്തരം കുടുംബത്തിന് 64 രൂപയായിരിക്കും അവരുടെ മാസ വൈദ്യുതി നിരക്ക് എന്ന് പറയുന്നത്. ഈ മാസം മുതൽ തന്നെ, ഇന്നലെ മുതൽ തന്നെ ഈ യൂണിറ്റ് നിരക്ക് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. അടുത്ത വർഷമാകുമ്പോൾ വീണ്ടും യൂണിറ്റിന് 12 പൈസ എന്ന നിലയിൽ കൂടും. 100 യൂണിറ്റിന് 12, 200 യൂണിറ്റിന് 24, 300 യൂണിറ്റിന് 36, 400 യൂണിറ്റ് ആകുമ്പോഴേക്കും 48, 64-ഉം 48-ഉം 112 രൂപയായിരിക്കും അടുത്ത വർഷം മുതൽ 400 യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരു ഇടത്തരം കുടുംബത്തിലെ വൈദ്യുതി ചെലവിന് വേണ്ടി ഉപയോഗിക്കേണ്ടി വരിക എന്നുള്ളത്. ഇതാണ് നിങ്ങളുടെ ഗാർഹിക ബഡ്ജറ്റിൽ ഉണ്ടാകാൻ പോകുന്ന വ്യത്യാസം. ഇത് ചെറുതാണെന്നാണ് മന്ത്രി പറയുന്നത്. പക്ഷേ ഒരു ഇടത്തരം കുടുംബത്തെ സംബന്ധിച്ച് 114 രൂപ അടുത്ത വർഷം മുതൽ കൂടുന്നു. ഇപ്പോൾ കൂടുന്നത് 64 രൂപ എന്നുള്ളത് അത്ര ചെറിയ വർധനയായിട്ട് കണക്കാക്കാൻ കഴിയുമോ എന്നതാണ് ജനങ്ങൾ ചോദിക്കുന്നത്.